Welcome to Healing Touch. എൻ്റെ പേര് ഡോക്ടർ ജോർജ് കുരുവിള. ഞാൻ ലൂർദ് ഹോസ്പിറ്റലിലെ ENT ഹെഡ് ആൻഡ് കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയെ പറ്റിയും ആൻഡ് ഹിയറിംഗ് ലോസ് കേൾവിക്കുറവിനെ പറ്റിയും സംസാരിക്കാനായിട്ടാണ്. കോക്ലിയർ ഇംപ്ലാന്റ് ഡീറ്റെയിൽസ് അറിയുന്ന മുമ്പ് നമ്മൾ ഒരാൾ എങ്ങനെ കേൾക്കുന്നതെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. സൗണ്ട് വേവ്സ് ചെവിയുടെ അകത്തോട്ട് കയറുമ്പോൾ ചെവിയുടെ പാട ആടും. ചെവിയുടെ പാടാടുമ്പോൾ ചെവിയുടെ അകത്തെ 3 എല്ല് ആടുമ്പോൾ ആ സൗണ്ട് കോക്ലിയയുടെ അകത്തോട്ട് കയറും. കോക്ലിയയുടെ ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് കറണ്ടായിട്ട് മാറ്റി ആ കറണ്ട് ഞരമ്പ് വഴി ബ്രെയിനിലോട്ട് പോകുന്ന അങ്ങനെ ഒരാൾ കേൾക്കുന്ന. പക്ഷെ കോക്ലിയർ ഡാമേജ്ഡ് ആണെങ്കിൽ സൗണ്ട് ചെവിയുടെ അകത്തോട്ട് കയറിയാലും ഈ സൗണ്ട് കൺവേർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് കേൾക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ മൈക്കിൽ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് കറണ്ടായിട്ട് മാറ്റി ആ സൗണ്ട് സ്പീക്കറിലോട്ട് പോയി അങ്ങനെയാ കേൾക്കുന്നത്. പക്ഷെ ആ കേബിൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ സൗണ്ട് സ്പീക്കറിലോട്ട് എത്തുന്നില്ല. അങ്ങനെയാ കോക്ലിയർ ഡാമേജ് വരുന്നത്. കേൾവിക്കുറവ് ജനറ്റിക് കോസസ് കൊണ്ട് വരാം, നോൺ ജനറ്റിക് കോസസ് വരാം. ജനറ്റിക് കോസസ് പറഞ്ഞാൽ ഫാമിലിയിൽ ഈ കംപ്ലയിൻസ് ഉള്ള, ഫോർ എക്സാമ്പിൾ പേരൻസിന് ഗ്രാൻഡ് പേരൻസിന് കേൾവിക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ പിള്ളേർക്കും ഇങ്ങനെ പോസിബിലിറ്റി ഉണ്ട് വരാനായിട്ട്. നോൺ ജനറ്റിക് കോസസ് പറഞ്ഞാൽ ചിലപ്പം പ്രഗ്നൻസി ഉള്ള സമയത്ത് മദറിന് ചില ഇൻഫെക്ഷൻസ് വന്നാൽ, എക്സാമ്പിൾ റുബെല്ല വന്നാൽ കൊച്ചിന് അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ജനിച്ചു കഴിഞ്ഞിട്ട് ചില ഇൻഫെക്ഷൻസ് മെനിഞ്ചൈറ്റിസ്, മംസ്, മീസിൽസ് വന്നാലും കൊച്ചിന് കേൾവി കുറയാൻ സാധ്യതയുണ്ട്. ചില സർട്ടൻ ഇൻഫെക്ഷൻസ് ചിലപ്പം ചില മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഈ കോക്ലിയർ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റോഡ് ട്രാഫിക് ആക്സിഡൻസും ഇങ്ങനെ ഇതുപോലെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഒരു കുട്ടിക്ക് ഇപ്പം എസ്പെഷ്യലി എറണാകുളത്താണെങ്കിൽ മേജർ ഹോസ്പിറ്റൽസ് എല്ലാം ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട്. ഈ ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം വഴി ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ജനിച്ച സെക്കൻഡ് ഡേ നമ്മൾ കേൾവി ടെസ്റ്റ് ചെയ്യാം. ആ ടെസ്റ്റിന്റെ പേര് ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ. അത് ചെക്ക് ചെയ്യുമ്പോൾ കേൾവി നോർമൽ ആണോ അല്ലെങ്കിൽ റെഫറിയോ അതാ റിസൾട്ട് വരുന്നത്. ഈ റെഫർ റിസൾട്ട് വന്നാൽ നമ്മൾ സെക്കൻഡ് വീക്കിൽ വീണ്ടും ഈ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. ഈ സെക്കൻഡ് ടൈം ടെസ്റ്റ് ചെയ്യുമ്പോഴും റെഫറായിട്ട് വന്നാൽ ദെൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന്റെ പേര് BERA, ബ്രെയിൻ സ്റ്റെം ഇവോക്ഡ് റെസ്പോൺസ് ഓഡിയോമെട്രി. അതിനർത്ഥം സൗണ്ട് ചെവിയുടെ കൊടുത്താൽ ആ സൗണ്ട് നമുക്ക് കറണ്ടായിട്ട് ബ്രെയിനിൽ നിന്ന് സൗണ്ട് വേവ്സ് പിക്കപ്പ് ചെയ്യാൻ ഒക്കുമെന്ന് അറിയാനായിട്ടുള്ള ടെസ്റ്റാണ് ഈ BERA ടെസ്റ്റ്. BERA ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഡെഫിനറ്റ് ഐഡിയ കിട്ടും കേൾവിയുടെ റിസൾട്ടിനെ പറ്റി. വെളിയിലത്തെ സെന്റേഴ്സ് ആണ്, ഫോർ എക്സാമ്പിൾ ചെറിയ ഹോസ്പിറ്റൽസ് എറണാകുളത്തല്ല വെളിയിലാണെങ്കിൽ ചിലപ്പം ഈ ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഇല്ലെങ്കിൽ ദെൻ ഇച്ചിരി പ്രയാസമായിരിക്കും ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. സാധാരണ 3 മാസമുള്ള കുട്ടിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞെട്ടും. അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞാൽ അമ്മയുടെ അച്ഛന്റെ ശബ്ദം റെക്കഗ്നൈസ് ചെയ്യും. ഒരു 9 മാസം ആകുമ്പോൾ ചിലപ്പം ചില വാക്ക് സ്റ്റാർട്ട് ചെയ്യും പറയാനായിട്ട്. ഒരു വയസ്സാകുമ്പോൾ ഒരു 2 വാക്ക് ജോയിൻ ചെയ്യും, കാക്ക, പോയി, അങ്ങനെ ഒരു വാക്ക് ശബ്ദം സംസാരിക്കും. ഇതൊന്നും കാണുന്നില്ലെങ്കിൽ പേരൻസിന് ചിലപ്പം വറി വരും. അങ്ങനെ സിറ്റുവേഷനിൽ ENT ഡോക്ടറെ കാണിച്ചിട്ട് ഈ ടെസ്റ്റ് ചെയ്യും. ഒത്തിരി പേഷ്യൻസ് എന്നോട് ചോദിക്കും, ഈ കോക്ലിയർ ഇംപ്ലാന്റും ഹിയറിംഗ് എയ്ഡ് എന്നാ ഡിഫറൻസ്, എപ്പോഴാ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നത്, എപ്പോഴാ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്യുന്നത്. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് സിമ്പിളായിട്ടാക്കാം. ഇപ്പൊ ഞാൻ മൈക്കിൽ സംസാരിക്കുന്ന, ഞാൻ മൈക്ക് കവർ ചെയ്ത് പോയാൽ എന്റെ ശബ്ദം ക്ലിയർ ആയിട്ട് സ്പീക്കറിൽ വരുന്നില്ല. പക്ഷെ എന്റെ ശബ്ദത്തിന്റെ വോളിയം കൂട്ടിയാൽ ആ സൗണ്ട് സ്പീക്കറിൽ വരും. അതുപോലെ ഹിയറിംഗ് എയ്ഡ് സൗണ്ട് വോളിയം കൂട്ടുന്ന ഇൻസ്ട്രുമെന്റ്. സോ ആ കൂട്ടുമ്പോൾ സ്പീക്കറിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ വേറെ ഒരു സിറ്റുവേഷനിൽ ഈ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ മൈക്കിന്റെ കേബിള് കേടായി.
സോ സൗണ്ട് മൈക്കിന്ന് സ്പീക്കറിലൂടെ എത്തുന്നില്ല. സോ ഞാൻ വോളിയം കൂട്ടിയാലും ആ സൗണ്ട് സ്പീക്കറിൽ എത്തുന്നില്ല. ആൻഡ് ആ സിറ്റുവേഷനിൽ ഹിയറിംഗ് എയ്ഡ് മാത്രം യൂസ് ചെയ്യുന്ന വേസ്റ്റാണ്. അപ്പോഴാണ് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ അതർ വേർഡ്സ്, ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും നല്ല പവറുള്ള ഹിയറിംഗ് വെച്ചിട്ടും സൗണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെ സൗണ്ട് ചിലപ്പം കേൾക്കുമായിരിക്കും, പക്ഷെ ഒന്നും മനസ്സിലാവുന്നൊന്നും തിരിയുന്നില്ലെങ്കിൽ, ദെൻ കോക്ലിയർ ഇംപ്ലാന്റേ ഉള്ളൂ അതിന്റെ സൊല്യൂഷൻ. സോ വേറെ ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ഓൾമോസ്റ്റ് കേൾവി ഇല്ലാന്ന് ആ റിപ്പോർട്ടാണെങ്കിൽ ദെൻ നമ്മൾ ചെയ്യുന്ന, എസ്പെഷ്യലി പിള്ളേർക്കാണെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് വെച്ചിട്ട് സ്പീച്ച് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 2 to 3 months സ്പീച്ച് ട്രെയിനിങ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യും എത്ര വ്യത്യാസം വരുന്നുണ്ട്. ബിക്കോസ് കേൾക്കാതെ സംസാരം വരത്തില്ല. സോ മാക്സിമം സൗണ്ട് കൊടുത്തിട്ട് എത്ര വരെ ലാംഗ്വേജ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഒരു 2-3 മാസം കഴിഞ്ഞിട്ടും വലിയ വ്യത്യാസം വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഹിയറിംഗ് എയ്ഡ് കൊടുത്തിട്ടും ഒരു യൂസും ഇല്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് കൺസിഡർ ചെയ്യും. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ടെസ്റ്റും കൂടി ചെയ്യും, ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുള്ള ഓഡിയോഗ്രാം. അതിന്റെ പേര് എയ്ഡഡ് ഓഡിയോഗ്രാം. സോ നമ്മൾ നേരത്തെ വേറെ ടെസ്റ്റ് ചെയ്തപ്പോൾ കേൾവി ശരിക്കും കുറവായിരുന്നു. ഹിയറിംഗ് എയ്ഡ് കൊടുക്കുമ്പോൾ എത്ര വരെ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യും. ആ ഇംപ്രൂവ്മെന്റ് നോർമൽ ലെവലിൽ എത്തുന്നില്ലെങ്കിൽ ദെൻ കോക്ലിയർ ഇംപ്ലാന്റ് കൺസിഡർ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അറിയേണ്ട ചെവിയുടെ അകത്ത് കോക്ലിയ നോർമൽ ആണോ, കോക്ലിയയുടെ നെർവ് നോർമൽ ആണോ ചെക്ക് ചെയ്യാനായിട്ട്. അത് ചെയ്യാനായിട്ട് CT സ്കാനും MRI ചെയ്യുന്നത്. സോ ഈ ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ ഒരു ഡെഫിനറ്റ് ഐഡിയ കിട്ടും കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താൽ എത്ര വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ പേഷ്യൻസ് കോക്ലിയർ ഇംപ്ലാന്റിനോട് റെഫർ ചെയ്യുന്നു. നെക്സ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ കിട്ടുന്ന ഏത് ഏജ് ഗ്രൂപ്പിലാണ് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യേണ്ടത്. ഇപ്പം നോർമലി ഐഡിയൽ ഏജ് 1 year or 1 yearന്റെ താഴെ, ഇൻഫാക്ട് 6 monthsലും ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ 1 to 3 years അതാ ഗോൾഡൻ പീരീഡ്. ആ 3 years കഴിഞ്ഞാൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താലും റിസൾട്ട്സ് ഒരു 1 to 3 years ഏജ് ഗ്രൂപ്പിന്റെ റിസൾട്ട് പോലെയല്ല കിട്ടുന്ന. ആ കേൾവി റിസൾട്ട്സ് സ്ലൈറ്റ്ലി കുറയും. ഒരു 5 years to 7 years കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ റിസൾട്ട്സ് അത്രയും കറക്റ്റായിട്ട് കിട്ടത്തില്ല. എക്സാമ്പിൾ പറയാം, നമുക്കറിയാം പിള്ളേർ, കൊച്ചു പിള്ളേർ, ഒരു 3 വയസ്സുള്ള കൊച്ചു പിള്ളേർ വേഗം ലാംഗ്വേജ് പഠിക്കും, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. പക്ഷേ ഒരു പ്രായമുള്ള ആള് പുതിയ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അത്രയും എളുപ്പമല്ല. ബിക്കോസ് പ്രായം കൂടുമ്പോൾ ലേണിംഗ് കപ്പാസിറ്റിയും കുറയുക. സോ ഞാനും 7 years 8 yearsലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ആ പ്രായത്തിലുള്ള കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു 1 yearന്റെ ആ ലെവലില് എക്സ്പെക്ടേഷൻസ് കിട്ടത്തില്ല റിസൾട്ട്സ്, കേൾവിയുടെ റിസൾട്ട്സ്. പക്ഷെ വേറെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ നേരത്തെ ഫ്രം ബർത്ത് കേൾവിയില്ല, ആ ഒരു കുട്ടി 2 ചെവിയിലും ഇയർഫോൺസ് വെക്കുന്നുണ്ടായിരുന്നു, ഹിയറിംഗ് എയ്ഡ്സ് വെച്ചിട്ട് ട്രെയിനിങ് ചെയ്ത് നല്ല സംസാരം ഉണ്ട്. ആ സിറ്റുവേഷനിലും പ്രായം ഉണ്ടെങ്കിലും കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താൽ റിസൾട്ട്സ് കിട്ടും. റീസെന്റ് ഞാനൊരു 33-year-old പേഷ്യന്റിന് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു. ആ പേഷ്യന്റ് ഇതുപോലെ ഹിയറിംഗ് എയ്ഡ് ഫ്രം ചൈൽഡ്ഹുഡ് വിത്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരുന്നു റെഗുലർ ആയിട്ട്, നല്ല ലാംഗ്വേജ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി വ്യത്യാസം വരും. പക്ഷെ ചില പിള്ളേര് ഈ ആംഗ്യ ഭാഷയിലോട്ട് പോകുന്ന പിള്ളേർക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താൽ റിസൾട്ട്സ് കിട്ടത്തില്ല. മാക്സിമം കിട്ടാൻ പോകുന്ന സൗണ്ട് അവയർനെസ്സേ ഉള്ളൂ, ലാംഗ്വേജ് വ്യത്യാസം വരാൻ പോകുന്നില്ല. ചില പേഷ്യൻസ് എന്നോട് ചോദിക്കും, ഈ ലിപ്പ് റീഡിംഗ് ചെയ്താൽ എന്നാ പ്രോബ്ലംസ്. ലിപ്പ് റീഡിംഗ് മാത്രമാണെങ്കിൽ, അത് ഞാൻ കേൾവിയില്ല, ചുണ്ട് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ആ സിറ്റുവേഷൻ വരുമ്പോൾ ഒത്തിരിയും പേഷ്യൻസിന് ഒത്തിരിയും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. മെയിൻ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന രാത്രിയാകുമ്പോൾ ഇരുട്ടുള്ള സമയത്ത് ചുണ്ട് നോക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. സെക്കൻഡ്, ഒരു 3 പേര് ഒരുമിച്ച് സംസാരിക്കുക, ആരുടെ ചുണ്ട് നോക്കാനായിട്ടാണ്. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ പേഷ്യൻസിനുള്ളിൽ ഒരു പേടി കൂടും, ആൾക്കാരോട് സംസാരിക്കാൻ തന്നെ ഒരു മടിയാവും. സോ വീട്ടില് ഒരു ഫ്യൂ ആൾക്കാർ വരിക, അവരോട് സംസാരിക്കാൻ മടിയാ, വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാൻ മടിയാ. ആ പേടി കൂടി പോയാൽ ഡിപ്രഷനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്.
കോക്ലിയർ ഇംപ്ലാന്റിന് കേൾക്കുന്ന സൗണ്ട് നോർമൽ നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല, ഒരു ഇലക്ട്രോണിക് സൗണ്ട്. സോ അതൊരു പുതിയ ഭാഷ പഠിക്കുന്ന പോലെയാണ്. സോ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു പുതിയ ഭാഷ ജർമ്മൻ പഠിക്കാൻ പോവാ, അല്ലെങ്കിൽ ഹിന്ദി പഠിക്കാൻ പോവാ. ആദ്യത്തെ ദിവസം ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചറെല്ലാം ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകത്തില്ല. സൗണ്ട് കേൾക്കും, ഒന്നും തിരിയുന്നില്ല. പക്ഷെ ഒരു 2-3 മാസം ട്രെയിനിങ് ചെയ്താൽ ഫ്യൂ വേർഡ്സ് എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാം. ഒരു 6 മാസം കഴിഞ്ഞാൽ എനിക്ക് ഒരു സെന്റൻസ് ഹിന്ദിയിൽ സംസാരിക്കാം. ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാം. അതുപോലെ കോക്ലിയർ ഇംപ്ലാന്റ്. സോ ഓപ്പറേഷൻ മാത്രമല്ല ഈ ട്രീറ്റ്മെന്റ്. ഓപ്പറേഷൻ ഒരു തുടക്കം മാത്രമേ ഉള്ളൂ. സൗണ്ട് അകത്തോട്ട് കയറുന്നുണ്ട് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താൽ. പക്ഷെ ആ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ട്രെയിനിങ് മാത്രം ചെയ്തില്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് കൊണ്ട് ഒന്നും മനസ്സിലാകത്തില്ല. ഈ ട്രെയിനിങ് അറ്റ്ലീസ്റ്റ് 6 months to 1 year കമ്പൽസറി ആയിട്ട് ചെയ്യണം. ആ ട്രെയിനിങ് കൊണ്ട് ആ ലാംഗ്വേജ് പഠിക്കുന്ന. ചില ആൾക്കാർ എന്നോട് ചോദിക്കും, ഈ കോക്ലിയർ ഇംപ്ലാന്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കെയർഫുൾ ആണോ, നമ്മൾ എന്തെങ്കിലും താഴെ വീണാലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഈ കോക്ലിയർ ഇംപ്ലാന്റ് 2 പാർട്സ് ഉണ്ട്. ഒന്ന് അകത്ത് വെക്കുന്ന ഇംപ്ലാന്റ്, സെക്കൻഡ് വെളിയിൽ വെക്കുന്ന സ്പീച്ച് പ്രോസസർ. ഈ അകത്ത് വെക്കുന്ന ഇംപ്ലാന്റ്, ഓപ്പറേറ്റ് ചെയ്ത് അകത്ത് വെക്കുന്ന ഇംപ്ലാന്റ് ലൈഫ് ലോങ് അത് ലാസ്റ്റ് ചെയ്യുന്നത്. വരാസ് വെളിയിലത്തെ സ്പീച്ച് പ്രോസസ് ഒരു ഇലക്ട്രോണിക് ഐറ്റമാണ്. അത് ഇച്ചിരി കെയർ വേണം. ഇച്ചിരി മഴവെള്ളം വീണാലും കുഴപ്പമില്ല, ഇച്ചിരി വേർപ്പ് വന്നാലും കുഴപ്പമില്ല, പക്ഷെ കുളിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ഇംപ്ലാന്റ്സ് വാട്ടർ പ്രൂഫാ, അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ കുഴപ്പമില്ല. സോ ഇച്ചിരി ഇലക്ട്രോണിക് ഐറ്റം ഇച്ചിരി കെയർ വേണം. പിള്ളേരുണ്ട്, ഇപ്പൊ കൊച്ചു പിള്ളേരുണ്ട്, 3 വയസ്സോ 4 വയസ്സോ പിള്ളേര് കളിക്കാൻ പോകുന്നുണ്ട്. അത് ക്ലിപ്പ് വെച്ചിട്ട് കളിക്കുന്നു. സോ അങ്ങനെ എക്സ്ട്രാ കെയർ വേണ്ട, പക്ഷെ ഒരു സാധാരണ കെയർ വേണം. ഇപ്പൊ കോക്ലിയർ ഇംപ്ലാന്റിന് 2-3 സ്കീംസ് ഉണ്ട്. ലൂർദ് ഹോസ്പിറ്റലിൽ നമുക്ക് ഗവൺമെന്റ് സ്കീമും ഉണ്ട് ആൻഡ് ESIയുടെ സ്കീമുണ്ട്. ഗവൺമെന്റ് സ്കീമിന്റെ വഴി 5 വയസ്സിന് താഴെയാണെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ഫ്രീ ആയിട്ട് കിട്ടും. അതിന്റെ ട്രെയിനിങ്ങും ഫ്രീ ആയിട്ട് കിട്ടും. ലൂർദ് ഹോസ്പിറ്റലിൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്യാനായിട്ട് ഗവൺമെന്റ് സ്കീമുണ്ട് ആൻഡ് ESIയുടെ സ്കീമുണ്ട്. ഗവൺമെന്റ് സ്കീമിൽ 5 വയസ്സിന് താഴെയാണെങ്കിൽ കുട്ടിക്ക് ഫുൾ ഫ്രീ ആയിട്ട് കിട്ടും. സർജറിയും അതിന്റെ ട്രെയിനിങ്ങും ഫ്രീ ആയിട്ട് കിട്ടും. ESI സ്കീം ആണെങ്കിൽ 15 years വരെ ഫ്രീ ആയിട്ട് സർജറി കിട്ടും, ട്രെയിനിങ്ങും കിട്ടും. നമ്മൾ ചെയ്ത കേസസിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. ഒരു പേഷ്യന്റ്, 38 വയസ്സുള്ള പേഷ്യന്റിനെ പറ്റി എപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പേഷ്യന്റ് കാഴ്ചയില്ല, 2 കണ്ണിനും കാഴ്ചയില്ല. 20 വയസ്സ് വരെ കേൾവി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ആ കേൾവി 2 ചെവിയിലും പോയി. സോ പുള്ളിക്ക് കാഴ്ചയില്ല, കേൾവിയില്ല. സോ വേറെ ഒരു മെത്തേഡില്ല ഔട്ട്സൈഡ് വേൾഡോട് സംസാരിക്കാനായിട്ട്. പുള്ളിയുടെ അമ്മ പുള്ളിയുടെ കയ്യിൽ എഴുതിയാലേ ഉള്ളൂ പുള്ളിക്ക് മനസ്സിലാകുന്നത്. ആൻഡ് അത് റിപ്ലൈ ചെയ്യും. അച്ഛനും അമ്മയും സാധാരണ ജോലിയല്ലോ ചെയ്യുന്നത്. അവർക്ക് ഒരു മകനേ ഉള്ളൂ. പുള്ളിക്ക് ഒന്നും വേറെ ഒത്തിരി ഹോസ്പിറ്റൽസ് പോയിട്ടും ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ലായിരുന്നു. ഫൈനലി നമ്മളെ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ക്യാമ്പിൽ ആലപ്പുഴയിൽ മീറ്റ് ചെയ്തു. നമ്മള് പുള്ളിയെ കണ്ടപ്പോൾ തന്നെ കോക്ലിയർ ഇംപ്ലാന്റേ ഉള്ളൂ പുള്ളിക്ക് ചോയ്സ്, വേറെ ഒരു ചോയ്സും ഇല്ലായിരുന്നു. പക്ഷെ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ പുള്ളിക്ക് കാഴ്ചയില്ല. സോ പുള്ളിക്ക് ചുണ്ടും കാണാൻ പറ്റുന്നില്ല. ആ സിറ്റുവേഷനിൽ നമുക്ക് 2 ചെവിയിലും ഓപ്പറേഷൻ ചെയ്താലേ ഉള്ളൂ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളത്. നേരത്തെ പുള്ളി ഒത്തിരി ഗവൺമെന്റ് ജോബ്സിന് അപ്ലൈ ചെയ്തു. പക്ഷെ കാഴ്ചയില്ല, കേൾവിയില്ല. അതുകൊണ്ട് ഒരു ജോബിനും കിട്ടിയില്ല. സോ പേരൻസിന് ഭയങ്കര ഒരു വറിയായിരുന്നു, ഒരു പേടി, അവരുടെ കാലം കഴിഞ്ഞാൽ എന്നെ ചെയ്യും. ആ സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞു കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താൽ ഒരു ചാൻസ് ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പുള്ളിയെ ക്യാമ്പിൽ കണ്ടപ്പോൾ ഈ കോക്ലിയർ ഇംപ്ലാന്റ് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ എസ്പെഷ്യലി അത്രയും എമൗണ്ട് അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ടായിരുന്നു. സോ എങ്ങനെയാ പുള്ളിയെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ അജയന്റെ പുള്ളിയുടെ പേര്, അജയന്റെ ഫാദർ എന്നെ മീറ്റ് ചെയ്തു ലൂർദ് ഹോസ്പിറ്റലിൽ. എന്നോട് പറഞ്ഞു നമ്മള് പ്രൈം മിനിസ്റ്റേഴ്സ് ഫണ്ടിങ്ങിൽ നിന്ന് 3 ലക്ഷം കിട്ടി. അത് കേട്ടപ്പോൾ നമ്മളും ഓർത്തു നമുക്ക് മാക്സിമം പുള്ളിയെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ യൂട്യൂബ് വഴിയും മനോരമയിലും മറ്റു പത്രത്തിലും എല്ലാം അജയന്റെ സ്റ്റോറി എഴുതി. അങ്ങനെ ഡൊണേഷൻസ് കിട്ടി. 12.5 ലക്ഷം അജയന് പറ്റി കളക്ട് ചെയ്തു. അജയന് 2 ചെവിയിലും കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു.
ഈ കേൾവിക്കുറവുണ്ടെങ്കിൽ നമുക്ക് സൈക്കോളജിക്കലി ശരിക്കും അഫക്റ്റ് ചെയ്യാം. ഇപ്പം പിള്ളേരാണെങ്കിൽ കേൾവിക്കുറവുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ഒരു 40 ഡെസിബിൾസ് കേൾവിക്കുറവുണ്ടെങ്കിലും 2 ചെവി കൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ചിലപ്പോൾ പേരൻസ് അത്രയും മനസ്സിലാകത്തില്ല ഇങ്ങനെ കേൾവിക്കുറവുണ്ടെന്ന്. പക്ഷേ ടീച്ചേഴ്സിനായിരിക്കും ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. സ്കൂളിൽ പോകുമ്പോൾ ഒത്തിരി ഒച്ചയുണ്ടെങ്കിൽ ടീച്ചർ പറയുന്ന സംസാരം ഒന്നും മനസ്സിലാകുന്നില്ല, ചിലപ്പോൾ മിസ് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പം ടീച്ചേഴ്സ് ആവശ്യമില്ലാതെ സ്കോൾഡ് ചെയ്യും. നിങ്ങൾ കേൾക്കുന്നില്ലേ? അത് കേൾക്കുമ്പോൾ 2-3 പ്രാവശ്യം അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കളിയാക്കുക, അങ്ങനെ വരുമ്പോൾ സൈക്കോളജിക്കലി ഒരു ഡിപ്രഷൻ വരും. പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ പേഷ്യൻസ് ആണെങ്കിൽ അവർ പറയുന്ന ഈ ആൾക്കാർ മീറ്റ് ചെയ്യുമ്പോൾ ഒരു പേടിയാ സംസാരിക്കാനായിട്ട്, അവരോട് സംസാരിക്കാനായിട്ട് ഒരു പേടിയാ. ബിക്കോസ് അവരെന്തെങ്കിലും ചോദിച്ചാൽ നമുക്കൊന്നുമില്ല തിരിച്ചു പറയാനായിട്ട്. വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പേടിയാ. എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, നേരത്തെ കേൾവി കുറയുന്ന ആ ഒരു സ്റ്റേജിൽ സ്വന്തമായിട്ട് ബൈക്ക് എടുത്ത് പോകായിരുന്നു. പക്ഷെ ഈ കേൾവി കുറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പേടിയാ. ട്രാവൽ ചെയ്യുമ്പോൾ, റോഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് ഒരു വണ്ടി വന്നു, ഹോൺ കേൾക്കുന്നില്ല. ഹോൺ കേട്ടാലും ഏത് സൈഡിൽ നിന്ന് ഹോൺ വരുന്ന, റൈറ്റിൽ നിന്നാണോ ലെഫ്റ്റിൽ നിന്നാണോ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. രാത്രി ഇരുട്ടുള്ള സമയത്ത് ചുണ്ട് നോക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ എങ്ങനെ ചുണ്ട് നോക്കും? ഇതെല്ലാം ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട്, സ്ട്രെയിൻ കൊണ്ട് അവർ പൊതുവെ വീട്ടിൽ തന്നെ നിൽക്കും, പുറത്തോട്ട് പോകുന്നില്ല. പക്ഷെ ഈ പേഷ്യൻസ് ഇവരുടെ ഒരു ബുദ്ധിമുട്ടും എല്ലാം ഉള്ളിൽ വെക്കും. പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോട് ആരും സംസാരിക്കില്ല, ഇതിനെ പറ്റി പറയത്തില്ല. എനിക്ക് വേറൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. പേഷ്യന്റെ ഫാദർ എന്നോട് പറഞ്ഞത്, ഈ കുട്ടിയുടെ കേൾവിയിലല്ലോ അത് റിയലൈസ് ചെയ്യാനായിട്ട് പുള്ളി റോഡ് സൈഡിൽ പോയിട്ട് 2 ചെവി പൊത്തിപ്പിടിക്കും. അതൊരു 5 മിനിറ്റ്സ് അവിടെ പൊത്തിപ്പിടിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും കൊച്ചിന്റെ ആ ഒരു ബുദ്ധിമുട്ട്. സോ ഇപ്പം ആ കൊച്ചിനും കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു, നല്ലൊരു വ്യത്യാസം വന്നു. ഇപ്പൊ നോർമൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ടീച്ചർ പറയുന്നെല്ലാം കേൾക്കുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല, ബാക്കിൽ ഇരുന്നാലും നല്ലതായിട്ട് കേൾക്കാം. ആ ഒരു വ്യത്യാസം വരണമെങ്കിൽ ട്രീറ്റ്മെന്റ് നേരത്തെ ചെയ്യണം. സോ ഫൈനലി ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന, ഈ കേൾവിക്കുറവുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റാ. ഒത്തിരി ലേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. സെക്കൻഡ്, ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ തെറപ്പി, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയാണെങ്കിൽ നേരത്തെ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ സംസാരം സ്ലോ ആവും, എല്ലാം ഡിലേ ആവും. സോ ആദ്യം കേട്ടാലുള്ളൂ സംസാരിക്കുന്നത്. അതുകൊണ്ട് കേൾവി ഇമ്പോർട്ടന്റാ. ചില പേരൻസ് എന്നോട് ചോദിക്കും, ഡോക്ടറെ ഈ ഓപ്പറേഷൻ ചെയ്താൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ബ്രെയിനിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ഒരു സാധാരണ ചെയ്യുന്ന പ്രൊസീജിയറേ ഉള്ളൂ. സാധാരണ റൂട്ടീൻ ഇയർ സർജറി പോലെയാ. ഒരു 2 hours എടുക്കും സർജറി ചെയ്യാനായിട്ട്. കോക്ലിയർ ഇംപ്ലാന്റിന് 2 പാർട്സ് ഉണ്ട്. ഈ അകത്ത് ഓപ്പറേറ്റ് ചെയ്ത് അകത്ത് വെക്കുന്ന ഇംപ്ലാന്റ്, അത് ടൈറ്റേനിയം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് ലൈഫ് ലോങ് ആണ്, നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ അത് തൊടേണ്ട ആവശ്യമില്ല. വെളിയിൽ വെക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതിന്റെ പേര് സ്പീച്ച് പ്രോസസ്സർ. നമ്മൾ നോക്കുമ്പോൾ ഒരു ഹിയറിംഗിന്റെ ചെറിയൊരു ഷേപ്പില്ല. അതിനൊരു മൈക്ക് ഉണ്ട്. ആ മൈക്ക് വഴി സൗണ്ട് കയറി ഈ ഇൻസ്ട്രുമെന്റ് സ്പീച്ച് പ്രോസസ്സർ ഈ സൗണ്ട് കോഡ്സ് ആയിട്ട് മാറ്റും. ഈ കോഡഡ് സൗണ്ട്സ് റേഡിയോ ഫ്രീക്വൻസി വഴി അകത്തെ ഇംപ്ലാന്റിലോട്ട് കയറും. ആ ഇംപ്ലാന്റ് ഈ നെർവ്സിനെ, കേൾവിയുടെ നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ആ നരം വഴി ബ്രെയിനിലോട്ട് ഇൻഫർമേഷൻ പോവും. അങ്ങനെ നമ്മൾ കേൾക്കുന്നത്. ഈ മാക്സിമം വരാൻ പോകുന്ന വെളിയിലത്തെ സ്പീച്ച് പ്രോസസ്സിന് ഒരു ഡാമേജ് വരാൻ ചാൻസ് ഉള്ളത്
അകത്തെ ഇംപ്ലാന്റ് സാധാരണ ഒരു കംപ്ലൈൻസ് വരത്തില്ല. ഇൻഫാക്ട് ഒരു സ്റ്റഡി ചെയ്തു, ലാസ്റ്റ് 10 വർഷം നോക്കിയാൽ ഈ അകത്ത് വെക്കുന്ന ഇംപ്ലാന്റ് റിലയബിലിറ്റി 99.9%. സ്പീച്ച് പ്രോസസ്സർ വെളിയിൽ വെക്കുന്ന ഈ സ്പീച്ച് പ്രോസസ്സർ ഒരു 7-8 years ലാസ്റ്റ് ചെയ്യും. നമ്മളൊരു ഇലക്ട്രോണിക് ഐറ്റം പോലെയാ, ചിലപ്പം അത് കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ. പിന്നെ ഇച്ചിരി കെയർ വേണം. ഞാൻ നേരത്തെ സംസാരിച്ച പോലെ ഇപ്പോൾ വാട്ടർ പ്രൂഫ് മോഡൽസ് കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കെയർ വേണം. ഇപ്പം കുളിക്കുന്ന സമയത്ത് മാറ്റണം, കിടക്കുന്ന സമയത്ത് മാറ്റണം. അതിനൊരു ബാറ്ററി ഉണ്ട്, അത് റീചാർജബിൾ ബാറ്ററിയാണ്. അത് നമ്മൾ മൊബൈൽ ഫോൺ കുത്തുന്ന പോലെ ഒരു ഫ്യൂ അവേഴ്സ് ചാർജ് ചെയ്താൽ അത് ഫുൾ ഡേ അത് വർക്ക് ചെയ്യും. ഈ ഓപ്പറേഷൻ നോക്കിയാൽ ഈ വീഡിയോ കാണുമ്പോൾ അന്ന് മനസ്സിലാവും. ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയൊരു മുറിവ് ചെവിയുടെ പുറകില ഇത് ചെയ്യുന്നത്, ഒരു ഹാർഡ്ലി ഒരു 5 centimeters. ആ മുറിവ് ഒരു 3 months കഴിഞ്ഞാൽ കാണത്തുപോലില്ല. ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ഇംപ്ലാന്റ് ചെവിയുടെ അകത്തോട്ട് കയറ്റിയിട്ട് ഈ ബാക്കിലാണ് കട്ട് ചെയ്യുന്നത്. അവിടെ ഒരു എല്ലുണ്ട്, ആ എല്ല് ഡ്രിൽ ചെയ്യുമ്പോൾ ആ ഇംപ്ലാന്റ് കയറ്റുന്നത്. ആ ഇലക്ട്രോഡ്, ഇംപ്ലാന്റ് ഒരു ഇലക്ട്രോഡ് ഉണ്ട്, കോക്ലിയയുടെ ചെറിയൊരു തുള ഉണ്ടാക്കിയിട്ട് കയറ്റും. നമ്മൾ വെളി കാണുന്ന സ്പീച്ച് പ്രോസസ്സർ ഈ ഇംപ്ലാന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന മാഗ്നറ്റ് വഴിയാണ്.